ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ്. അപ്പൊ എല്ലാവർക്കും നാളെ എക്സാം ആണല്ലേ. എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ടീച്ചർ വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരുടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ചിലപ്പം ടഫ് ആയേക്കാം, പക്ഷെ മക്കൾ ആരും പേടിച്ചു പോയേക്കരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കത്തുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെർബിവോറസ്, കാർണിവോറസ്, ഓംനിവോറസ്. ചിലപ്പോൾ കുറേ ആനിമൽസിനെ തരുമായിരിക്കും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളോട് പറയും ഇതിൽ ഹെർബിവോറസ് ആരാണ്, കാർണിവോറസ് ആരാണ്, ഓംനിവോറസ് ആരാണ്. ഹെർബിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യാഹാരികളെയാണ് നമ്മൾ പറയുക. അപ്പൊ സസ്യാഹാരികൾ. ആരാണ് കാർണിവോറസ് എന്ന് പറയുന്നത്? കാർണിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരികൾ. മാംസം കഴിക്കുന്ന ആളുകളെയാണ് നമ്മൾ മാംസാഹാരികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓംനിവോറസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞേ? ആരാണ് ഓംനിവോറസ്? മിശ്രാഹാരികളെയാണ് നമ്മൾ അങ്ങനെ പറയാം, മിശ്രാഹാരികൾ എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? രണ്ട് തരത്തിലുള്ള, അതായത് സസ്യങ്ങളും കഴിക്കും, അതേപോലെ തന്നെ കാർണിവോറസ് എന്ന് പറയുമ്പോൾ മൃഗങ്ങള് അല്ലെങ്കിൽ എന്ത് പറയും, ഈ മൃഗങ്ങൾ എന്ത് മാത്രമേ കഴിക്കുള്ളൂ? ഇറച്ചി മാത്രമല്ലേ കഴിക്കുള്ളൂ. അപ്പൊ ഇറച്ചിയും കഴിക്കും ഓർണിവോറസ്. അപ്പൊ ഇവരെ നമുക്ക് പറയുമ്പോൾ അല്ലെ വെജിറ്റബിൾസും കഴിക്കും, അതേപോലെ തന്നെ മീറ്റും കഴിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് പറയാം. ഇപ്പൊ കൗവ്, അതേപോലെ തന്നെ നമുക്ക് ഗോട്ട്, നിങ്ങൾക്കറിയുന്ന എലിഫന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാം, ഈ പറയുന്ന ഹെർബിവോറസിന്റെ അകത്ത് പറയും. കാരണം അവർ സസ്യം മാത്രമേ കഴിക്കുള്ളൂ, ഇലകൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ പൂക്കളുടെ കാര്യങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കഴിക്കുന്ന ആൾക്കാരാണ് നമുക്കിത് പറയുന്നത്. ഇനി കാർണിവോറസ് നോക്കിക്കേ, ലയൺ, ടൈഗർ, ലപ്പേർഡ് അല്ലെ, ഇവരെയൊക്കെ നമുക്ക് എന്ത് എഴുതാം. കാരണം എന്താ, അവർ മാംസം മാത്രമേ കഴിക്കുള്ളൂ. ഓംനിവോറസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ. നമ്മൾ തന്നെ നോക്കിക്കേ, നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ തന്നെ നോക്കിക്കേ, ഹ്യൂമൻസ്, നമ്മൾ മനുഷ്യന്മാര്. നിങ്ങൾക്ക് ഇറച്ചി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നല്ല ഉപ്പേരിയും അതേപോലെ തന്നെ നല്ല ബനാനയും ഇങ്ങനത്തെ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ. അപ്പൊ നമ്മൾ രണ്ടും കഴിക്കുന്ന ആൾക്കാരാ. ക്രോ രണ്ടും കഴിക്കുന്ന ആൾക്കാരാ. അതേപോലെ തന്നെ നമുക്ക് ഡോഗിനെ നോക്കിക്കേ, ഡോഗ് എന്ത് ചെയ്യും? രണ്ടും കഴിക്കും. ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹയർ ലെവലിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഓരോരുത്തരെയും തരം തിരിച്ചല്ലോ. ഇനി ഈ ജീവികൾക്ക് ആഹാര സമ്പാദനത്തിന് വേണ്ടി ഇവരുടെ ശരീരത്തിൽ എന്തൊക്കെ സവിശേഷതകൾ ഉണ്ട് എന്ന് ചോദിക്കാം. എന്താ ചോദ്യം? ആഹാര സമ്പാദനത്തിന് വേണ്ടിയിട്ട് ജീവികൾക്ക് അവരുടെ ശരീരത്തിലുള്ള സവിശേഷതകൾ. ഇപ്പൊ മാംസാഹാരികളാണെങ്കിൽ കൂർത്ത പല്ലുകൾ ഉണ്ടാവും അല്ലെ, അതേപോലെ തന്നെ മൂർച്ചയേറിയ നഖങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? നോക്കിക്കേ നിങ്ങൾ, കാർണിവോറസ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ. അപ്പൊ മാംസാഹാരികൾക്ക് എന്തുണ്ട്? ഷാർപ്പ് ആയിട്ടുള്ള നെയിൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. They use their sharp pointed teeth to bite and tear their prey. Carnivorous birds can peck and eat their prey with their strong sharp beak. അപ്പൊ കാർണിവോറസ് ആയിട്ടുള്ള ബേർഡ്സും ഉണ്ട് അല്ലെ, കഴുകൻ, ഇതൊക്കെ നിങ്ങൾക്കറിയാം, പരുന്ത്, വോൾച്ചർ, അതേപോലെ തന്നെ ഈഗിൾ, ഇവർക്കൊക്കെ ഇങ്ങനത്തെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷോർപ്പ് ബെൻഡ് ക്ലോ ഹെൽപ്സ് ദം ഇൻ ഗ്യാതറിംഗ് ഫുഡ്. അപ്പൊ അവരുടെ പ്രത്യേകതകളാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു സവിശേഷതകളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, ഇപ്പൊ ആനിമൽസിനെ കുറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അത് വായിച്ചതിന് ശേഷം ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ ടീച്ചർ പറഞ്ഞ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചു വെക്കാൻ എക്സാമിന് ഉണ്ടാവും. അപ്പൊ അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ്.